Hello everyone, it is me Faiz VK. I am from AIMS Nagpur. I am your physics faculty. Today I will be teaching next chapter, new chapter, chapter number 6, System of Particles and Rotational Motion. System of Particles and Rotational Motion. Okay, so let's start. Okay, ഇതിൽ നമുക്ക് നോക്കേണ്ടത് സി 12 പോയിന്റ്സ് നമുക്ക് നോക്കാനുണ്ട്. ആദ്യം നമുക്ക് ഇൻട്രൊഡക്ടറി പാർട്ട് കവർ ചെയ്യണം. ദെൻ നമുക്ക് എന്ത് നോക്കണം? സെന്റർ ഓഫ് മാസ്, ദെൻ മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. സി ഫസ്റ്റ് വി വിൽ ആദ്യം നമ്മൾ എന്ത് പഠിക്കും? സെന്റർ ഓഫ് മാസിനെ പറ്റി പഠിക്കും. പിന്നെ മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസിന്റെ മോഷൻസ്, അതിന്റെ ഇക്വേഷൻസ് നമ്മൾ കാണും. നെക്സ്റ്റ് ലീനിയർ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. നമ്മൾ ഒരു പോയിന്റ് പാർട്ടിക്കിളിന് മൊമെന്റം മാത്രമല്ല ഇതുവരെ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ ഇവിടെ എന്ത് പഠിക്കാൻ പോവാണ്? ലീനിയർ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്താണ്? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനാണ് നമ്മൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡീൽ ചെയ്യാൻ പോകുന്നത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. പിന്നെയോ നമ്മൾ വെക്ടർ പ്രൊഡക്റ്റ് പഠിക്കും. സി ടോർക്ക്, ഇതിന് മെയിൻ റൊട്ടേഷണൽ മോഷനിൽ വരുന്ന മെയിൻ ക്വാണ്ടിറ്റിയാണ് ടോർക്ക്. ഓക്കെ, സോ ടോർക്കിനെ പറ്റി പഠിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ വെക്ടർ പ്രൊഡക്റ്റ് അറിയണം. സോ വെക്ടർ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. പിന്നെയോ നെക്സ്റ്റ് നമ്മൾ എന്ത് കാണും? ആംഗുലാർ വെലോസിറ്റി ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ലീനിയർ വെലോസിറ്റി. സോ നമ്മൾ ലീനിയർ വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗുലാർ വെലോസിറ്റി മീൻസ് റിലേഷൻ നമ്മൾ പഠിക്കും. സെയിം ആസ് ലീനിയർ ആക്സിലറേഷൻ വി വിൽ സ്റ്റഡി ഹിയർ ആംഗുലാർ ആക്സിലറേഷൻ. ഓക്കെ, അങ്ങനെ കറസ്പോണ്ടിങ് നമ്മൾ പഠിക്കുന്നു. പിന്നെയോ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം, അത് പഠിക്കണം. നമ്മൾ പഠിച്ചില്ലേ? റിലേഷൻ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ലീനിയർ മൊമെന്റം പഠിച്ചില്ലേ? ബിക്കോസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഫോഴ്സ്, കറക്റ്റ്. അതുപോലെ നമ്മൾ ഇവിടെ ടോർക്കും ആംഗുലാർ മൊമെന്റും തമ്മിൽ എന്ത് പഠിക്കും? റിലേഷൻ. പിന്നെ നമ്മൾ ഇക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡി പഠിക്കണം. യെസ്, നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കാണും. സി മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അതിനെപ്പറ്റി പഠിക്കണം. നെക്സ്റ്റ് വി വിൽ സി കൈനമാറ്റിക്സ് ഓഫ് റൊട്ടേഷണൽ മോഷൻ അബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്. ഓക്കെ, പിന്നെയോ ഡൈനാമിക്സ് ഓഫ് എ റൊട്ടേഷണൽ മോഷൻ അബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്. റൊട്ടേഷണൽ മോഷന്റെ കൈനമാറ്റിക്സ് ആദ്യം പഠിക്കും, പിന്നെ റൊട്ടേഷണൽ മോഷന്റെ ഡൈനാമിക്സ്. Okay, then last we will see angular momentum in case of rotation about a fixed axis. See, പിന്നെ നമ്മൾ സമ്മറി പോയിന്റ്സ് പോയിന്റ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എല്ലാ എക്സസൈസും നമ്മൾ എന്ത് ചെയ്യും? സോൾവ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ചാപ്റ്റർ. ഓക്കെ, ഗോ. സി ഇന്ന് ഫസ്റ്റ് സെഷൻ കൂടുതൽ തിയറി പാർട്ട് ആയിരിക്കും. ഓക്കെ, ബിക്കോസ് ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് വി വിൽ സി വാട്ട് കൈൻഡ് ഓഫ് മോഷൻ ക്യാൻ എ റിജിഡ് ബോഡി. വി വിൽ സി more of theory part in today's session. Okay, then okay, up to center of mass will be theory part only. From center of mass onwards we can solve questions also. Okay, so let me start. Okay, introduction. See, in the earlier chapters we primarily considered the motion of a single particle. നമ്മൾ ഇതുവരെ പഠിച്ചത് motion of a single particle, correct? Motion of a single particle, motion in one dimension പഠിച്ചു. E is equal to u plus at, s is equal to ut plus half at square, v square minus u square is equal to 2s and all, correct? That was motion of a single particle. Actually, what is mean by single particle? A particle is ideally represented as point mass having no size. Correct. A particle is ideally represented as a point mass having no size. Okay. We applied the results of our study even to the motion of bodies of finite size, assuming that motion of such bodies can be described in terms of the motion of a particle. Correct. Yes. നമ്മൾ കണ്ടു, previous chapters നമ്മൾ കണ്ടു motion of a single particle. നോക്കിക്കോ, എനി റിയൽ ബോഡി വിച്ച് വി എൻകൗണ്ടർ ഇൻ ഡെയിലി ലൈഫ് ഹാസ് എ ഫൈനൈറ്റ് സൈസ്. അല്ലെ, നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന എല്ലാ ബോഡീസിനും ഒരു ഫൈനൈറ്റ് സൈസ് ഉണ്ട്. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഇൻ ഡീലിംഗ് വിത്ത് ദ മോഷൻ ഓഫ് എക്സ്റ്റെൻഡഡ് ബോഡീസ് മീൻസ്
single particle അല്ലാത്ത bodies. That means bodies having a finite size. That is meant by extended bodies. Bodies of finite size. Often the idealized model of a particle is inadequate. In this chapter, we shall try to go beyond this inadequacy. Like we shall attempt to build an understanding of the motion of extended bodies. So, in this chapter, we will learn, we will understand the motion of extended bodies. Okay. See, what is extended body? In first place, extended body means actually extended body is system of particles. See, extended body means system of particles. Particles in a system are actually particles in the collection are or extended body. Correct. We shall begin with the consideration of motion of the system as a whole. Okay. അപ്പോൾ നമുക്ക് the center of mass ആ ഒരു കൺസെപ്റ്റ് വന്നു കാരണം നമുക്ക് ഈ ഫൈനൈറ്റ് സൈസുള്ള ഒബ്ജക്ട് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ബോഡീസ് വരുമ്പോൾ നമുക്ക് സെന്റർ ഓഫ് മാസ് കോൺസെപ്റ്റ് വന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കൺസെപ്റ്റ് വി വിൽ സ്റ്റഡി ഇൻ ദിസ് ചാപ്റ്റർ. യെസ്, ദ സെന്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് വിൽ ബി കീ കൺസെപ്റ്റ് ഹിയർ. ഓക്കെ, we shall discuss the motion of the center of mass. So നമ്മൾ ഒരു എക്സ്റ്റെൻഡഡ് ബോഡീസിന് എന്ത് കണ്ടുപിടിക്കുന്നു? ആദ്യം സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്നു. പിന്നെ നമുക്ക് ആ ഹോൾ ബോഡിയുടെ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ സെന്റർ ഓഫ് മാസിന്റെ മോഷൻ ഡിസ്ക്രൈബ് ചെയ്താൽ മതി. See, we shall discuss the motion of the center of mass of a system of particles and the usefulness of this concept in understanding the motion of extended bodies. So നമുക്ക് എക്സ്റ്റെൻഡഡ് ബോഡീസിന്റെ മോഷൻ കുറച്ചുകൂടി ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. എങ്ങനെ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ സെന്റർ ഓഫ് മാസിന്റെ ടേംസിൽ ഡീൽ ചെയ്യുമ്പോൾ. ഓക്കെ, the center of mass will be the key concept in this chapter. Okay, next. A large class of problems with extended bodies can be solved by considering them to be rigid bodies. Ideally, a rigid body is a body with a perfectly definite and unchanging shape. Ideally, see, a large class of problems with extended bodies can be solved by considering them to be rigid bodies. So, നമുക്ക് extended bodiesനെ rigid bodies ആയിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. Correct. Actually, what is a rigid body? A rigid body is a body with a perfectly definite and unchanging shape. See the word definite and unchanging shape. What is a rigid body? Is a body with perfectly definite and unchanging shape. Correct. And the distance between all pairs of particles of such a body do not change. So നമുക്ക് 2 പോയിന്റ് റിജിഡ് ബോഡിനെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ 2 പോയിന്റ് കിട്ടി. ഒന്നാമത്തെ പോയിന്റ്, ഐഡിയലി റിജിഡ് ബോഡി ഈസ് എ ബോഡി വിത്ത് എ പെർഫെക്ട്ലി ഡെഫിനൈറ്റ് ആൻഡ് അൺചേഞ്ചിങ് ഷേപ്പ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓൾ പെയർസ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സച്ച് ബോഡി ഡു നോട്ട് ചേഞ്ച്. It is evident from this definition of a rigid body that no real body is truly rigid, since a real body is deformed under the influence of forces. But in many situations, see, കുറച്ച് deformations നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം, because they are negligible. A number of situations involving bodies such as wheels, tops, steel beam, molecules and planets on the other hand, we can ignore that they walk to start of shape, bend or vibrate and treat them as rigid. See, കുറച്ച് ഡിഫോർമേഷൻസ് നമുക്ക് നെഗ്ലക്ട് ചെയ്തിട്ട് അവരെ കൂടി എന്തായിട്ട് കൺസിഡർ ചെയ്യാം? റിജിഡ് ബോഡി. ഐഡിയലി ഒരു റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് 2 കാര്യങ്ങൾ എന്താണ്? ഐഡിയലി ഒരു റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ എന്തായിരിക്കണം? സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്താ? അതിന് ഡെഫിനൈറ്റ് ആൻഡ് അൺചേഞ്ചിങ് ഷേപ്പ് ആയിരിക്കണം. ഡെഫിനൈറ്റ് ആൻഡ് അൺചേഞ്ചിങ് എന്തായിരിക്കണം? ഷേപ്പ് ആയിരിക്കണം. ഡെഫിനൈറ്റ് ആൻഡ് അൺചേഞ്ചിങ് ഷേപ്പ് ആയിരിക്കണം അല്ലേ? രണ്ടാമത്തെ കാര്യം distances between all pairs of particles of such body do not change. That is also very important. The distances between all pairs of particles of such a body do not change. So ഈ 2 പോയിന്റ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് ഒരു ഐഡിയലി റിജിഡ് ബോഡി
പറയാൻ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഡെഫിനൈറ്റ് ആൻഡ് അൺചേഞ്ചിങ് ഷേപ്പ് ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റോ ദ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ all pairs of particles of such a body do not change. Okay, easy. Next, let's discuss what kind of motion can a rigid body have. What kind of motion can a rigid body have? Let us try to explore this question by taking some examples of the motion of rigid bodies. Let us begin with a rectangular block. See, okay, we have a beautiful figure 6.1. A rectangular block. അല്ലെ, ഇവിടെ rectangular block കാണാൻ പറ്റുന്നില്ലേ? Yes, this is a rectangular block. See, this is a rectangular block. A rectangular block sliding down an inclined plane without any sidewise movement. Okay, അതായത് ഒരു rectangular block എന്ത് ചെയ്യാണ്? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ കൂടി സ്ലൈഡ് ചെയ്ത് വരികയാണ് വിത്തൗട്ട് എനി സൈഡ് വൈസ് മൂവ്മെന്റ്. സൈഡ് വൈസ് മൂവ്മെന്റ് ഇല്ല. ഓക്കെ, ബ്ലോക്ക് ഈസ് ടേക്കൺ ആസ് എ റിജിഡ് ബോഡി. നമുക്ക് ഈ ബ്ലോക്കിനെ എന്താക്കി എടുക്കാം? റിജിഡ് ബോഡി ആക്കി എടുക്കാം. ഇറ്റ്സ് മോഷൻ ഡൗൺ ദ പ്ലെയിൻ ഈസ് സച്ച് ദാറ്റ് all the particles of the body are moving together. All the particles of the body are moving together. See, അതാണ് കോൺസെപ്റ്റ് റിജിഡ് ബോഡിയുടെ. All the particles of the body are moving together. All the particles of the body are moving together. That is, they have the same velocity at any instant of time. നമ്മളൊരു റിജിഡ് ബോഡിയിലെ ഏത് പാർട്ടിക്കിൾ എടുത്താലും എല്ലാ പാർട്ടിക്കിൾസിനും സെയിം മോഷൻ ആയിരിക്കും, സെയിം കൈൻഡ് ഓഫ് മോഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് എല്ലാ പാർട്ടിക്കിൾസിനും അറ്റ് എ ടൈം സെയിം എന്തായിരിക്കും? വെലോസിറ്റി ആയിരിക്കും. ഇവിടെ ആക്ച്വലി റിജിഡ് ബോഡി ഹിയർ ഈസ് ഇൻ പ്യുർ ട്രാൻസ്ലേഷണൽ മോഷൻ അല്ലേ? ആണ്. നെക്സ്റ്റ്, in pure translational motion at any instant of time, all particles of the body have the same velocity. So rigid body, motion of rigid body, the first concept എന്താണ്? motion of rigid body, first concept ഇതാണ്. നോക്കിക്കോ, motion of rigid body, motion of rigid body, motion of rigid body, first concept ഇതാണ് നമ്മൾ കോൺസെപ്റ്റ്. എന്താണ് കോൺസെപ്റ്റ്? സി നോക്കിക്കോ, ഇതാണ് നമ്മൾ കോൺസെപ്റ്റ്. ഇൻ പ്യുർ ട്രാൻസ്ലേഷണൽ മോഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഓൾ പാർട്ടിക്കിൾസ് ഓഫ് ദ ബോഡി ഹാവ് ദ സെയിം വെലോസിറ്റി. നമുക്ക് ഇവിടെ എന്ത് എടുത്തെഴുതാം? ഇൻ പ്യുർ ട്രാൻസ്ലേഷണൽ മോഷൻ, ഇൻ പ്യുർ ട്രാൻസ്ലേഷണൽ മോഷൻ, ഇൻ പ്യുർ ട്രാൻസ്ലേഷണൽ മോഷൻ, ഇൻ പ്യുർ ട്രാൻസ്ലേഷണൽ മോഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം, at any instant of time, all particles of the body have the same velocity. In pure translational motion at any instant of time, all particles of the body have the same velocity. See, rigid body ഒന്നാമത്തെ motion of rigid body ഒന്നാമത്തെ കോൺസെപ്റ്റുകൾ. See, next let's discuss. Consider now the rolling motion. Figure 6.2 നോക്ക്. Consider now the rolling motion of a solid metallic or wooden cylinder. Okay, any cylinder. Okay, solid cylinder down the same inclined plane. ഇവിടെ ആക്ച്വലി എന്ത് ചെയ്യാണ്? ഈ സിലിണ്ടർ റോൾ ചെയ്യാണ്, മീൻസ് ഉരുളുകയാണ്. കറക്റ്റ്. റിജിഡ് ബോഡി ഇൻ ദിസ് പ്രോബ്ലം, നെയിംലി ദ സിലിണ്ടർ ഷിഫ്റ്റ് ഫ്രം ദ ടോപ്പ് ടു ദ ബോട്ടം ഓഫ് ദ ഇൻക്ലൈൻഡ്. സി, ഈ പോയിന്റിൽ ഒരു കാര്യം പറയാനുണ്ട്. സി, ഇവിടെ നോക്കിക്കോ, ഇവിടെ ഞാൻ ഈ നേരത്തെ റെക്ടാങ്കുലർ ബ്ലോക്ക് എടുത്തപ്പോ ഇവിടെ വെറും പ്യുവർ ട്രാൻസ്ലേഷണൽ മോഷൻ ആയിരുന്നില്ലേ? ഞാനൊരു പോയിന്റ് ഇവിടെ എടുത്തു, ദാറ്റ് ഇസ് P1, ദാറ്റ് ഇസ് P2. സി നോക്കിക്കോ, at any point like P1 or P2 of the block moves with the same velocity. See, സിമ്പിൾ അല്ലേ? ഓക്കെ, പറഞ്ഞ കാര്യം തന്നെ ഞാൻ ജസ്റ്റ് ഫിഗറിൽ ഒന്ന് നോട്ട് ചെയ്യുന്നുള്ളൂ. അടുത്തത് ഇവിടെ എന്താണ്? ഇവിടെ റോൾ ചെയ്യാണ് എന്ത്? ഒരു സിലിണ്ടർ റോൾ ചെയ്യാണ്. ഓക്കെ, and thus seem to have turned. See, okay, all its particles are not moving with the same velocity. റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ,
all its particles are not moving with the same velocity at any instant. That is the main interesting point. റോൾ ചെയ്യുമ്പോൾ all its particles are not moving with the same velocity at an instant. നമ്മൾ പറഞ്ഞു pure translational motion ആണെങ്കിൽ all particles of the body have the same velocity. Pure translational motion ആണെങ്കിൽ all particles of the body have the same velocity. ഇവിടെ എന്ത് മോഷൻ ആണ്? റോളിംഗ് മോഷൻ ആകുമ്പോൾ all its particles are not moving with the same velocity. ഓക്കെ, അത് കണ്ടോ? സോ see, ഒന്നാമത്തെ നമ്മൾ ഒബ്സർവേഷൻ എന്താണ്? എല്ലാ പാർട്ടിക്കിൾസിനും ഒരു ടൈമിൽ നോക്കിയപ്പോ ഒരേ വെലോസിറ്റി അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore it is not in pure translational motion. കാരണം എന്താ? പ്യുവർ ട്രാൻസ്ലേഷണൽ മോഷൻ ആയിരുന്നെങ്കിൽ എല്ലാ പാർട്ടിക്കിൾസിനും ഒരേ വെലോസിറ്റി ആയതിന്. പക്ഷെ ഇവിടെ എല്ലാ പാർട്ടിക്കിൾസിനും ഒരേ വെലോസിറ്റി അല്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം എന്ത് പറയാൻ പറ്റുന്നു? ഓക്കെ, ഇത് സിലിണ്ടർ പ്യുവർ ട്രാൻസ്ലേഷണൽ മോഷൻ അല്ല. ഇറ്റ്സ് മോഷൻ ഈസ് ട്രാൻസ്ലേഷണൽ പ്ലസ് സംതിങ് എൽസ്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എൻസെറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇതിന്റെ മോഷൻ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? ട്രാൻസ്ലേഷണൽ പ്ലസ് സംതിങ് എൽസ്. എന്തോ കൂടെ ഉണ്ട് ഇതിന് കൂടെ, അല്ലെ? ട്രാൻസ്ലേഷണൽ മോഷന്റെ കൂടെ എന്തോ ഒരു മോഷൻ കൂടി ഉണ്ട്. അതുകൊണ്ടാണല്ലോ എല്ലാ പാർട്ടിക്കിൾസിന്റെയും വെലോസിറ്റി സെയിം അല്ലാതെ. കറക്റ്റ്? ഓക്കെ. ഇവിടെ നോക്കിക്കോ, റോളിംഗ് മോഷൻ ഓഫ് എ സിലിണ്ടർ. it's not pure translational motion. Why? Because ഞാൻ 3 പോയിന്റ് എടുത്തു, 4 പോയിന്റ് എടുത്തു. പോയിന്റ് P1, പോയിന്റ് P2, പോയിന്റ് P3 and പോയിന്റ് P4. And point P1, P2, P3 and P4 have different velocity. എങ്ങനെ ഡിഫറെന്റ് വെലോസിറ്റി? സി വെക്ടർ നോക്ക്, വെക്ടറിന് മാഗ്നിറ്റ്യൂഡ് സി. ഇതിന്റെ വെലോസിറ്റി ഇത്രയേ ഉള്ളൂ, ഇതിന് വെലോസിറ്റി കൂടുതലാണ്, ഇതിന്റെ വെലോസിറ്റി ഡിഫറെന്റ് ആണ്. P3ക്ക് വെലോസിറ്റിയേ ഇല്ല. കണ്ടോ? ഇൻ ഫാക്ട് the velocity of the point of contact, that is P3, is 0 at any instant. The cylinder, okay, കണ്ടോ? P3ക്ക് വെലോസിറ്റിയേ ഇല്ല. ഞാൻ 4 പോയിന്റ് എടുത്തപ്പോ 4 പോയിന്റിനും ഡിഫറെന്റ് വെലോസിറ്റി. ബട്ട് പ്യുവർ ട്രാൻസ്ലേഷണൽ മോഷൻ ആയിരുന്ന സമയത്തോ കണ്ട ഒരേ മാഗ്നിറ്റ്യൂഡ്. കാരണം അല്ല, എല്ലാ പോയിന്റിനും ഒരേ വെലോസിറ്റി. മൊമെന്റം ഒരേ വെലോസിറ്റി. കറക്റ്റോ? ഈസി, സിമ്പിൾ. ഓക്കെ, സോ it is actually translational plus something else. In order to understand what is this something else, എന്താണ് ഈ something else? Okay, അത് മനസ്സിലാക്കാനാണ് നമ്മൾ അടുത്ത ടാസ്ക്. What is this something else? Let us take a rigid body so constrained that it cannot have translational motion. Okay, like the most common way to constrain a rigid body so that it does not have translational motion is to fix it along a straight line. നമുക്കൊരു റിജിഡ് ബോഡിനെ ചൂസ് ചെയ്യണം, അതിന് ട്രാൻസ്ലേഷണൽ മോഷൻ പോസിബിൾ ആവരുത്. സോ അങ്ങനെ ഒരു ഏറ്റവും എളുപ്പം ഏതാണ്? സ്ട്രൈറ്റ് ലൈൻ എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യുക. The only possible motion of such a rigid body is called rotation. So the only possible rotation, and the line of fixed axis about which the body is rotating is called axis of rotation. So what is axis of rotation? Line or fixed axis about which the body is rotating is called its axis of rotation. Easy alle? What is axis of rotation? The key നമ്മൾ വായിച്ചു. If you look around, you will come across many examples of rotation. അല്ലേ? ഒരുപാട് എക്സാമ്പിൾസ് ഓഫ് റൊട്ടേഷൻ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെ? about an axis, like ceiling fan is an example of rotational motion. Potter's wheel, a Giandi wheel in a fair, a merry-go-round, and so on. Correct? നമുക്ക് ഓരോ ഫിഗർ നോക്കാം. ഫിഗർ 6.3a നോക്ക്. 6.3a നോക്ക്. 6.3a എന്താണ്? 6.3a ഫിഗർ, this is a ceiling fan. A ceiling fan റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടോ? റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടു. ഇതാണ് ആ സീലിംഗ് ഫാനിന്റെ എന്ത്? ആക്സിസ് ഓഫ് റൊട്ടേഷൻ. കറക്റ്റ്? സീലിംഗ് ഫാൻ കണ്ടു. ഇതെന്താണ്? പോട്ടേഴ്സ് വീലും റൊട്ടേറ്റ് ചെയ്യാണ്. ഇതാണ് പോട്ടേഴ്സ് വീലിന്റെ എന്ത്? ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സോ റൊട്ടേഷൻ അബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്. 2 എക്സാമ്പിൾ ഇൻസെർട്ടിൽ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സീലിംഗ് ഫാനിൻ്റെത്, രണ്ടാമത്തത് എ പോട്ടേഴ്സ് വീൽ. Next, let us try to understand what a rotation is. Okay, നമ്മൾക്ക് ഇനി
അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണം. വാട്ട് ഈസ് റൊട്ടേഷൻ, വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, you may notice that in a rotation of a rigid body about a fixed axis, every particle of the body moves in a circle which lies in a plane perpendicular to the axis and has its center on the axis. So നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷനിൽ ഒരു പോയിന്റ് പറഞ്ഞ പോലെ റൊട്ടേഷണൽ മോഷനിലെ പോയിന്റ് ഇതാണ്. ഇൻ റൊട്ടേഷൻ ഓഫ് റിജിഡ് ബോഡി അബൌട്ട് എ ഫിക്സഡ് ആക്സിസ്, every particle of the body moves in a circle which lies in a plane perpendicular to the axis and has its center of axis. So this is the key lines. അതായത് ഓരോ പാർട്ടിക്കിളും സർക്കുലർ മോഷൻ ആയിരിക്കും. ആ സർക്കുലർ മോഷന്റെ സെന്റർ ആക്ച്വലി എന്തായിരിക്കും? സെന്റർ ഓഫ് ആക്സിസ് ആയിരിക്കും, ഓർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആയിരിക്കും. സോ ലെറ്റ്സ് റൈറ്റ് ഹിയർ ദാറ്റ് പോയിന്റ്. See, in rotation of a rigid body, about a fixed axis, every particle of the body moves in a circle. That is the point. Every particle of the body moves in a circle. Every particle of the body moves in a circle which lies in a plane perpendicular to the axis. A circle which lies in an axis which lies in a plane perpendicular to axis, which lies in a plane perpendicular to axis, perpendicular to the axis, which lies in a plane which is perpendicular to the axis and has its center on the axis. So these are the key lines. In a rotation of a rigid body about a fixed axis, every particle of the body moves in a circle which lies in a plane perpendicular to the axis and has its center on the axis. So ഈ ഫിഗറിൽ അത് വളരെ ബ്യൂട്ടിഫുള്ളി ഡെപിക്റ്റഡ് ആണ് നോക്കാം. See, a rigid body is in a rotation about the z axis. Okay, ഇവിടെ ഈ rigid body ഇത് ചെയ്യാണ്, റൊട്ടേറ്റ് ചെയ്യാണ്. അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആരാണ്? See, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈ z ആണ്. Z ആക്സിസ് ആണ് എന്ത്? ആക്സിസ് ഓഫ് റൊട്ടേഷൻ. കറക്റ്റ്. കറക്റ്റ്. നമുക്കിനി 3 നമുക്ക് പോയിന്റ് എടുക്കാം. ഈച്ച് പോയിന്റ് ഓഫ് ദ ബോഡി സച്ച് ആസ് P1. ഒന്നാമത്തെ പോയിന്റ് നോക്ക് P1, ഓർ രണ്ടാമത്തെ പോയിന്റ് നോക്ക് P2. ഡിസ്ക്രൈബ്സ് എ സർക്കിൾ. കണ്ട P1 പോയിന്റ്, P1 പോയിന്റും ഒരു സർക്കിളിലാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. P2 പോയിന്റും അതുപോലെ ഒരു സർക്കിളിലാണ് എന്ത് ചെയ്തത്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. P1 ഉണ്ടാക്കിയ സർക്കിളിന്റെ സെന്റർ ആണ് C1. അതേപോലെ P2 ഉണ്ടാക്കിയ സർക്കിളിന്റെ സെന്റർ ആണ് C2. ആ സെന്റേഴ്സ് ഒക്കെ എവിടെയാണുള്ളത്? ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണുള്ളത്, അല്ലേ? ആ സെന്റേഴ്സ് ഒക്കെ എവിടെയാണുള്ളത്? ആക്സിസ് ഓഫ് റൊട്ടേഷൻ. കറക്റ്റ്. the radius of the circle. radius ഒന്നാമത്തതിന്റെ R1, രണ്ടാമത്തത് R2 is the perpendicular distance of the point. Correct, actually, from point P1, P2. Yes. But a point on the axis like P3. ഈ P3 എന്ന് പറയുന്ന പോയിന്റ് ആക്സിസിലുള്ള പോയിന്റ് ആണ്. അതെന്തായിരിക്കും? That remains stationary. A point on the axis like P3 remains stationary. So ആക്സിസിലുള്ള പോയിന്റ് remains stationary. Okay, concept clear അല്ലേ? ഇവിടെ നമ്മൾ വായിച്ചോളി. 6.4 shows the rotational motion of a rigid body about a fixed axis. Here the axis is z axis. Okay, z axis of the frame of reference.
let P1 be a particle of the rigid body arbitrarily chosen at a distance r1 from fixed axis. The particle P1 describes a circle of radius r1 with its C1 center on the fixed axis. കറക്റ്റ് നമ്മൾ കണ്ടു. അതേപോലെ സർക്കിൾ ലൈസ് ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ആക്സിസ് അല്ലെ. ആ സർക്കിളിന്റെ പ്ലെയിന് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണുള്ളത്. ആൻഡ് നമ്മൾ അടുത്തൊരു പോയിന്റ് P2 എടുത്തു, സെയിം അതിന് റേഡിയസ് R2, സെന്റർ C2 എല്ലാം കണ്ടില്ലേ? ഓക്കെ, ഇനി നമുക്ക് P3നെ പറ്റി സംസാരിക്കാം. ഫോർ എനി പാർട്ടിക്കിൾ ഓൺ ദ ആക്സിസ് ലൈക്ക് P3 അല്ലെ, ആക്സിസിലുള്ള പോയിന്റ് ആണ് P3. അതിന് ഡിസ്റ്റൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഡിസ്റ്റൻസ് ഫ്രം ആക്ച്വലി എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അത് ആക്സിസിലുള്ള പോയിന്റ് അത് ഒബ്വിയസ്ലി എന്തായിരിക്കും? 0 ആയിരിക്കും. കറക്റ്റ്. Any such particle remains stationary while the body rotates. So ആക്സിസിലുള്ള ഏത് പാർട്ടിക്കിൾ എടുത്താലും remains stationary while the body rotates. Okay, this is expected since the axis of rotation is fixed. Okay. Next, see. Okay, go. In some examples of rotation, ചില റൊട്ടേഷൻ കേസസിൽ ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്തല്ല? ഫിക്സ്ഡ് അല്ല. എ പ്രൊമിനന്റ് എക്സാമ്പിൾ ഓഫ് ദിസ് കൈൻഡ് ഓഫ് റൊട്ടേഷൻ ഈസ് എ ടോപ്പ് സ്പിന്നിങ് ഇൻ എ പ്ലേസ്. ഇതൊക്കെ ഉണ്ടോ? ഈ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പിന്ന് ചെയ്യാണ്. സ്പിന്നിങ് ടോപ്പ് ആണ് ഇത്. ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ ടോപ്പ് വിത്ത് ദ ഗ്രൗണ്ട്. ഓക്കെ, ഇവിടെ ആക്ച്വലി ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ ടോപ്പ് വിത്ത് ദ ഗ്രൗണ്ട്, ദാറ്റ് ഈസ് ഇവിടെ എന്താണ്? ആക്ച്വലി ടിപ്പ് O ആണ്. അതാണ് ഫിക്സ്ഡ് ആയിരിക്കുന്നത് അല്ലേ? അല്ലാതെ ഇവിടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്തല്ല? ഫിക്സ്ഡ് അല്ല. ഈ സ്പിന്നിങ് ടോപ്പിന്റെ കേസിൽ നോക്കിയപ്പോ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ ടോപ്പ് വിത്ത് ദ ഗ്രൗണ്ട്, ദാറ്റ് ഈസ് ആക്ച്വലി ഫിക്സ്ഡ്. Okay, we assume that top does not slip from place to place and so does not have translational motion. Okay, അതായത് നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്യുന്നത്? ടോപ്പ് എന്ത് ചെയ്യുന്നില്ല? സ്ലിപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ടോപ്പിന് എന്തില്ല? ട്രാൻസ്ലേഷണൽ മോഷൻ ഇല്ല. We know from experience that the axis of such a spinning top moves around the vertical through its point of contact with the ground. So സ്പിന്നിങ് ടോപ്പിന്റെ കേസിൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എവിടെയാണ്? പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലാണ്. സി, ഇവിടെ നോക്കിക്കോ. ഇവിടെ ആദ്യം ഇതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്തായിരുന്നു? ഇവിടെയായിരുന്നു അല്ലെ. പിന്നെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇവിടെയായി. ഇനി താഴോട്ട് വരുമ്പോ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇവിടെയാവും. സി, ആക്ച്വലി ഇവിടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ത് ചെയ്യാണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആക്ച്വലി this movement of the axis of the top around the vertical is termed precession. This movement of the axis of the top around the vertical is termed precession. What is precession? Movement of the axis of the top around the vertical is termed precession. Okay, note. The point of contact of the top with the ground is fixed അല്ലേ? ഗ്രൗണ്ട് ആയിട്ടുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്താണ്? ഫിക്സ്ഡ് ആണ്. The axis of rotation of the top at any instant passes through the point of contact. Correct അല്ലേ? ആക്ച്വലി axis of rotation മാറുന്നുണ്ടെങ്കിലും ഈ ഓരോ axis of rotationലും ഏത് പോയിന്റ് കൂടെയാണ് പാസ് ചെയ്യുന്നത്? ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ കൂടെ അല്ലേ? ഇതാണ് ഏത് കേസ്? സ്പിന്നിങ് ടോപ്പിന്റെ കേസ്. അടുത്ത് another simple example എന്താണ്? Another simple example of this kind of rotation is the oscillating table fan or a pedestal fan. You may have observed that the axis of rotation of such a fan has an oscillating sideways movement, correct, in a horizontal plane about the vertical through the point at which the axis is pivoted. See, figure നോക്കിക്കോ. ഇതാണ് ഒരു പെഡസ്റ്റിയൽ ഫാൻ അല്ലെങ്കിൽ ടേബിൾ ഫാൻ, ഓസിലേറ്റിംഗ് ടേബിൾ ഫാൻ. നോക്കിക്കോ, an oscillating table fan with the rotating blades. The pivot of the fan point O is fixed അല്ലെ? ഈ O fixed ആണ്.
but the blades of the fan are under rotational motion, whereas the axis of rotation of the fan blade is oscillating. അല്ലേ? കറക്റ്റ് ആണ്, സിമ്പിൾ അല്ലെ? നമ്മളെല്ലാവരും വീട്ടിലുള്ളതാണ്. സിംപ്ലി ജസ്റ്റ് ഒബ്സർവ് ചെയ്ത മനസ്സിലാവും അല്ലെ? ഫാനിന്റെ, ഈ ടേബിൾ ഫാനിന്റെ, ഓസിലേറ്റിംഗ് ടേബിൾ ഫാനിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ത് ചെയ്യാണ്? ചേഞ്ച് ചെയ്ത് കൊണ്ടേയിരിക്കും. ഓക്കെ, യെസ്, ഓക്കെ. സി സോ okay, ഒന്നുകൂടി നോക്കിയോ. While the fan rotates and its axis moves sideways, this point is fixed. Thus, in more general cases of rotation, such as the rotation of a top or a pedestal fan, one point and not one line of the rigid body is fixed. അല്ലേ? ഒരു പോയിന്റ് ആണ് ഫിക്സ്ഡ്. In this case, the axis is not fixed. അല്ലേ? Axis of rotation is not fixed, though it always passes through the fixed point. But അല്ലേ, ആക്സിസ് ഫിക്സഡ് അല്ല, ആക്സിസ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ ചേഞ്ച് ചെയ്യുമ്പോഴും ആ ഒരു ഫിക്സഡ് പോയിന്റ് കൂടിയാണ് പാസ് ചെയ്യുന്നത് അല്ലേ? നെവർ സ്റ്റഡി ഹൗഎവർ വി മോസ്റ്റ്ലി ഡീൽ വിത്ത് ദ സിംപ്ലർ ആൻഡ് സ്പെഷ്യൽ കേസ് ഓഫ് റൊട്ടേഷൻ ഇൻ വിച്ച് വൺ ലൈൻ. ആക്ച്വലി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്ന മിക്കവാറും കേസസും എന്താണ്? ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഫിക്സഡ് അല്ലെങ്കിൽ ഒരു വൺ ലൈനിൽ. അതായത് നമ്മൾ സീലിംഗ് ഫാൻ ഒക്കെ കണ്ടില്ലേ? സീലിംഗ് ഫാന് പിന്നെന്ത് പോട്ടേഴ്സ് വീല്, ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത്. സ്പിന്നിങ് ടോപ്പ് അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് ടേബിൾ ഫാൻ ഒക്കെ അധികം വരത്തില്ല. ഓക്കെ, യെസ്. നെക്സ്റ്റ് ലെറ്റ്സ് സീ. ദസ് for rotation will be about a fixed axis only unless stated otherwise. Okay, so will be about a fixed axis. Okay, next let's see. The rolling motion of a cylinder down an inclined plane is a combination of rotation about a fixed axis and translation. Yes, so rolling motion. എന്താണ് rolling motion? Rolling motion is actually combination of rotation about a fixed axis and translation. Okay, thus the something else, അല്ലെ, നമ്മൾ നേരത്തെ കണ്ടിരുന്നില്ലേ എന്തായിരുന്നു something else? In the case of rolling motion, which we referred to earlier, is rotational motion. So actually rolling motion എന്താണ്? Translational motion plus rotational motion. You will find figure 6.6a and 6.6b instructive from the point of view. Both these figures show motion of the same body along identical translational trajectory. In one case, the motion is a pure translation. In the other case, it is a combination of translation and rotation. Okay, go. ഈ ഒന്നാമത്തെ കേസിൽ എന്താണ് ആക്ച്വലി? മോഷൻ ഓഫ് എ റിജിഡ് ബോഡി വിച്ച് ഇസ് പ്യുർ ട്രാൻസ്ലേഷൻ. ഇവിടെ പ്യുർ ട്രാൻസ്ലേഷൻ ആണ്. ഇവിടെയോ? ഇവിടെ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ ആണ്. നോക്കിക്കോ, എങ്ങനെയാ നോക്കിക്കോ. നമുക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ വായിക്കാം. സി, പി എന്താണ്? പി ഒരു ആർബിട്രറി പോയിന്റ് ആണ്. ഒ എന്താണ്? സെന്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡിയാണ്. ഓക്കെ, വിച്ച് ഇസ് ഡിഫൈൻഡ് ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. ഓക്കെ, അടുത്ത സെക്ഷൻ നമ്മൾ പഠിക്കും എന്താണ് സെന്റർ ഓഫ് മാസ്. ഓക്കെ, TR1, TR2 കണ്ട. ട്രാൻസ്ലേഷണൽ മോഷനിൽ നമ്മൾ ഏത് പാർട്ടിക്കിൾ എടുത്താലും velocities of any particle like O, P, the body are the same in pure translation. Correct. Combination of translation plus rotation ആകുമ്പോഴോ കണ്ട വെലോസിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസമുണ്ട്. കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ, സോ നെക്സ്റ്റ് ലെറ്റ്സ് സീ. So we now recapitulate the most important observations of the present section. That is, this is very important lines. The motion of a rigid body which is not pivoted or fixed in some way is either a pure translation or a combination of translation and rotation. അല്ലേ? അതായത് ഫിക്സഡ് ചെയ്യാത്ത അല്ലെങ്കിൽ പ്യുവർലി പിവറ്റഡ് ചെയ്യാത്ത റിജിഡ് ബോഡിയുടെ മോഷൻ ഒന്നുകിൽ അത് ട്രാൻസ്ലേഷൻ, പ്യുവർ ട്രാൻസ്ലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അത് കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ ആയിരിക്കും. പിന്നെയോ the motion of a rigid body which is pivoted or fixed in some way is rotation. So the point is clear. The summary, നമ്മൾ ഇതുവരെ വായിച്ചതിന്റെ സമ്മറി എന്താണ്? The motion of a rigid body which is not pivoted. The motion of a rigid body which is not pivoted. The motion of
The motion of a rigid body. The motion of a rigid body which is not fixed, രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് ഓപ്ഷന്? ഒന്നാമത്തെ ഓപ്ഷന് ഒന്നുകിൽ അത് പ്യുവർ ട്രാൻസ്ലേഷണൽ മോഷൻ ആയിരിക്കാം, അല്ലേ? ഒന്നുകിൽ അത് പ്യുവർ ട്രാൻസ്ലേഷണൽ മോഷൻ ആയിരിക്കാം, അല്ലെങ്കിലോ പ്യുവർ ട്രാൻസ്ലേഷണൽ മോഷൻ ആയിരിക്കാം, അല്ലെങ്കിലോ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ ആയിരിക്കും. കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ. കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ ആയിരിക്കും, അല്ലേ? ഈസി. സോ രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്നുകിൽ അത് പ്യുവർ ട്രാൻസ്ലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ ആയിരിക്കാം. ഓക്കെ. ഇനി ആക്സിസ് ഫിക്സ്ഡ് ആണെങ്കിലോ, റിജിഡ് ബോഡി ഫിക്സ്ഡ് ആണെങ്കിലോ, യെസ്, ദ മോഷൻ ഓഫ്, ഒന്നാമത്തെ പോയിന്റ് ഫിക്സ്ഡ് അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻ. ഇനി ദ മോഷൻ ഓഫ് എ റിജിഡ് ബോഡി, the motion of a rigid body, the motion of a rigid body which is fixed ആണെങ്കിൽ in some way it is actually what? Rotation. ഫിക്സ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? റൊട്ടേഷൻ ആണെന്ന് പറയാൻ പറ്റും. കറക്റ്റ്. ഈസി അല്ലേ? നമ്മൾ ഇതുവരെ കണ്ടു. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? കവർ ചെയ്തു പോയി. സോ അടുത്ത നമുക്ക് എന്ത് കാണാം? യെസ്, ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്, സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ്. ഓക്കെ. സെന്റർ ഓഫ് മാസ്. ഫസ്റ്റ് we will see what is the center of mass of a system of particles, and then we will discuss its significance. For simplicity, we shall start with a two particle system. Okay, ആദ്യം നമ്മൾ two particle system ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. Okay, so we shall take the line joining the two particles to be the x-axis. Okay, so ഇവിടെ നമുക്ക് എന്തുണ്ട്? ആദ്യം നമ്മൾ two particle സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ്. സോ ഒന്നാമത്തെ പാർട്ടിക്കിൾ ഇതാണ് ഒന്നാമത്തെ പാർട്ടിക്കിൾ M1, രണ്ടാമത്തെ പാർട്ടിക്കിൾ M2. ഓക്കെ. ലെറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ടു പാർട്ടിക്കിൾസ് ബി x1 ആൻഡ് x2 റെസ്പെക്റ്റീവ്ലി. ഓക്കെ. ഒറിജിൻ O ന്ന് M1ലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? x1. അതേപോലെ ഒറിജിനിൽ നിന്ന് സെക്കൻഡ് പാർട്ടിക്കിളായ M2ലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? x2. ഓക്കെ, സിമ്പിൾ. രണ്ട് പാർട്ടിക്കിൾ സിസ്റ്റം. സെന്റർ ഓഫ് മാസ് ആക്ച്വലി ഇതാണ് സെന്റർ ഓഫ് മാസ് C. ആ സെന്റർ ഓഫ് മാസിന്റെ ഡിസ്റ്റൻസ് x ആണ് ഫ്രം ഒറിജിൻ. x നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സിമ്പിൾ ആണ്. ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം ഈസ് ദാറ്റ് ദ പോയിന്റ് C വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം O. അല്ലേ? കണ്ടല്ലോ? കണ്ടു. ആൻഡ് x, that is the distance x is given by m1 x1 plus m2 x2 divided by m1 plus m2. m1 x1 plus m2 x2 divided by m1 plus m2. Okay, easy. So നോക്കിക്കോ. Okay, yeah. So actually ആദ്യം നമ്മൾ എന്നാ പഠിക്കാൻ പോകുന്നത്? Center of mass of a 2-point particle system. Okay, center of mass of a 2-point particle system. Center of mass of a 2-point particle system. Correct. 2-point particle system. 2-point particle system. 2-point particle system. 2-point particle system. Okay. Okay. So ഞാൻ എന്തെടുക്കട്ടെ? രണ്ട് പോയിന്റ് എടുക്കട്ടെ. ഒന്നാമത്തെ പോയിന്റ് ഇവിടെ എടുത്തു M1. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് ഞാൻ ഇവിടെ എടുത്തു M2. ഈസി. ഓക്കെ. ഇതാണ് നമ്മൾ ഒറിജിൻ O. ഓക്കെ. ഡിസ്റ്റൻസ് പറയണം അല്ലേ? ഒറിജിനിൽ നിന്ന് M1ലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരുന്നു? x1. ഓക്കെ. ഒറിജിനിൽ നിന്ന് M1ലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? x1. അതേപോലെ ഒറിജിനിൽ നിന്ന് M2ലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരുന്നു? x2. ഓക്കെ. ഒറിജിനിൽ നിന്ന് M2ലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരുന്നു? x2. ഓക്കെ. ഇനി സെന്റർ ഓഫ് മാസ്, സപ്പോസ് ഇവിടെ സെന്റർ ഓഫ് മാസ്.
ഇതാണ് സെന്റർ ഓഫ് മാസ്. സി സെന്റർ ഓഫ് മാസിലേക്ക് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിട്ട് എടുത്തു? എക്സ്. ഓക്കെ, സോ that x is given by the equation. The x is given by the equation m1 x1 plus m2 x2 divided by m1 plus m2. Correct. So x is equal to m1 x1 plus m2 x2 divided by m1 plus m2. So നമുക്ക് സെന്റർ ഓഫ് മാസ് ഓഫ് 2 point particle system കിട്ടി അല്ലേ? ഓക്കെ, ഇൻസെർട്ടിൽ അടുത്ത എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നോക്കാം. നോക്കിക്കോ. യെസ്, സപ്പോസ് ഈ m1 m2 ഒരേ മാസാണ്, മീൻസ് ഈക്വൽ മാസ് ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. സോ എന്തായിരിക്കും ആക്ച്വലി x1 plus x2 by 2, അതായത് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ഹാഫ് ആയിരിക്കും x. Thus for two particles of equal mass, center of mass lies exactly midway between them. Correct. ഇതാണ് നമ്മൾ ഇക്വേഷൻ. സപ്പോസ് ഈ രണ്ട് മാസും ഈക്വൽ എന്ന് വിചാരിച്ചോ, ദാറ്റ് ഈസ് m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m ആണെങ്കിൽ സോ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സെന്റർ ഓഫ് മാസ് x is equal to mx1 plus mx2 divided by 2m. കറക്റ്റ്. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതാം അല്ലെ? എങ്ങനെ എഴുതാം? m പുറത്തെടുക്കാം, x1 plus x2 divided by 2 into m. കറക്റ്റ് അല്ലേ? ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ലേ? പറ്റും. സോ എനിക്ക് ഇവിടെ എന്ത് ക്യാൻസൽ ചെയ്യാം? ഒരെമ്മും ക്യാൻസൽ ചെയ്യാം അല്ലേ? സോ x will be x1 plus x2 by 2. This is actually exactly between the midway. Correct. Exactly midway between them. Correct. Actually midpoint ആണ് അല്ലേ? x1 plus x2 by 2. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സി. ഓക്കെ, ഇതാണ് നമ്മൾ ആക്സിസ് എന്ന് വിചാരിച്ചു. ഇനി ഞാൻ രണ്ട് പാർട്ടിക്കിൾ എടുത്തു. ഓക്കെ, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇതിന്റെ വെയിറ്റ് 1 kg. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതിന്റെ വെയിറ്റും 1 kg. ഓക്കെ, സിമ്പിൾ. ഇനി ഇവിടുന്ന് ആക്സിസ് സി ഡിസ്റ്റൻസ് 1 മീറ്റർ, ഇനി ഈ ഡിസ്റ്റൻസ് 4 മീറ്റർ. ഓക്കെ, സോ സെന്റർ ഓഫ് മാസ് എവിടെയാണ് ഉണ്ടാവുക? നമുക്ക് സിമ്പിളി കണ്ടുപിടിക്കാം. സെന്റർ ഓഫ് മാസ് അല്ലേ, സെയിം മാസ് അല്ലേ? സോ ജസ്റ്റ് x1 plus x2 by 2. So 4 plus 1 by 2. X will be how much? 2.5 meter. So 2.5 exactly അല്ലേ? ഇതിന്റെ സെന്ററിലുണ്ടോ? സി, ഇതായിരിക്കും എന്ത്? സെന്റർ ഓഫ് മാസ്. സോ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2.5 മീറ്റർ. കറക്റ്റ് അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ അത് നമ്മൾ കണ്ടു. 2 point particle system center of mass കണ്ടു. m1 x1 plus m2 x2 divided by m1 plus m2. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, സപ്പോസ് നമ്മൾ രണ്ട് പാർട്ടിക്കിളിന്റെ മാത്രമാണ് കണ്ടത്. ഇഫ് യു ഹാവ് n particle ഉണ്ട് of masses m1 m2 etc up to mn respectively along a straight line taken as the x-axis, then by definition of the position of the center of mass of the system of particle given by, so n number of masses ഉണ്ടെങ്കിൽ അതിന്റെ പൊസിഷൻ ഓഫ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഗിവൺ ബൈ എങ്ങനെ കാണാം? m1 x1 plus m2 x2 plus etc mn xn divided by m1 plus m2 plus etc up to plus mn. കറക്റ്റ് അല്ലേ? ആക്ച്വലി എങ്ങനെ പറയാം നമുക്ക്? സി, where x1 x2 xn c are the distances of the particle from the origin. That should be very clear. Where x1, x2, etc. up to xn are the distances of the particle from the origin. And this capital X is also measured from the same origin. Okay, actually center of mass capital X എവിടെ നിന്നൊക്കെ മെഷർ ചെയ്യണം നമ്മൾ? origin. Okay, and the symbol, the Greek letter sigma denotes summation. Summation means sum. In this case, over n particle, the sum is okay. Yes. ഇങ്ങനെ എടുത്തൂടെ? Yes. So summation I equal to 1 to n mi xi divided by summation I equal to 1 to n mi. This is for a system having n particle. നമുക്ക് സെന്റർ ഓഫ് മാസ് ഇങ്ങനെ പറയാം. സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n mix1 ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n
mi. Summation I equal to 1 to n mixi divided by summation I equal to 1 to n mi. കറക്റ്റ്. ഇതാണ് പാർട്ടിക്കിൾ n പാർട്ടിക്കിൾ അനാലിസിസ്. ഓക്കെ, എങ്ങനെ പറയാൻ പറ്റും നമുക്ക്? സെന്റർ ഓഫ് മാസ് x is equal to for n particles, system having n particles, എങ്ങനെ പറയാൻ പറ്റും എനിക്ക്? m1x1 plus m2x2 plus etc up to n പാർട്ടിക്കിൾ ഉണ്ടല്ലോ. സോ mn xn. കറക്റ്റ് അല്ലെ? ഇങ്ങനല്ലേ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? m1x1 plus m2x2 plus etc up to mn xn and divided by നമ്മൾ എല്ലാ മാസും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലെ? മാസ് m1 plus m2 plus etc up to mn. ഇനി നമുക്ക് ഗ്രീക്ക് ലെറ്റർ സിഗ്മ വെച്ചിട്ട് സമ്മേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ കുറച്ചുകൂടി ചുരുക്കി എഴുതാം. x is equal to എങ്ങനെ എഴുതാൻ എനിക്ക്? സമ്മേഷൻ I equal to 1 to n mixi divided by summation I equal to 1 to n mi. So n പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് സെന്റർ ഓഫ് മാസ് ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. സമ്മേഷൻ I equal to 1 to n mixi divided by summation I equal to 1 to n mi. കറക്റ്റ്? ഈസി അല്ലേ? m1x1 plus m2x2 plus etc up to mn xn divided by m1 plus m2 plus etc up to mn. This is mn. Okay, mn. Okay, correct. Easy അല്ലേ? യെസ്. സോ നമ്മൾ ആദ്യം 2 point പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടു. പിന്നെ നമ്മൾ n പാർട്ടിക്കിൾ വന്നാൽ എങ്ങനെ കാണുമെന്ന് പഠിച്ചു. Okay, suppose that we have 3 particles not lying in a straight line. നമ്മളിപ്പോ സ്ട്രൈറ്റ് ലൈനിൽ ആണെങ്കിലാണ് കേസാണ് പഠിച്ചത്. ഓക്കെ, സപ്പോസ് സ്ട്രൈറ്റ് ലൈൻ അല്ല, ഒരു പ്ലെയിൻ ആണ് വിചാരിച്ചോ. വി മേ ഡെഫിനൈറ്റ് എക്സ് ആൻഡ് വൈ ആക്സിസ് ഇൻ ദ പ്ലെയിൻ അല്ലെ? നമുക്ക് നമ്മളതിൽ 3 പാർട്ടിക്കിൾ ഉണ്ട്. എങ്ങനെ റെപ്രസെന്റ് ചെയ്തു? ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ കോർഡിനേറ്റ് x1 y1, രണ്ടാമത്തതിന്റെ x2 y2, മൂന്നാമത്തതിന്റെ x3 y3. 3 പാർട്ടിക്കിൾസ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ സിമ്പിൾ ആണ്. ആൻഡ് let the masses of the 3 particles be m1, m2, m3 respectively. സെന്റർ ഓഫ് മാസിന് എന്ത് കാണും? xy കോർഡിനേറ്റ് കാണത്തില്ലേ? കാണും. നമുക്ക് അതിന്റെ x കോർഡിനേറ്റ് എങ്ങനെ കാണാം? ഇങ്ങനെ കാണാം. അതിന്റെ y കോർഡിനേറ്റോ ഇങ്ങനെ കാണാം. കറക്റ്റോ? ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമുക്ക് സിംപിളി പറയാൻ പറ്റും. ആക്ച്വലി സിമ്പിൾ ആണ് ഇത്. നോക്കിക്കോ, ഇവിടെ ഇതുവരെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? പാർട്ടിക്കിൾ ലൈങ് ഓൺ എ സ്ട്രൈറ്റ് ലൈൻ അല്ലേ? ഇനി പാർട്ടിക്കിൾ ഒരു പ്ലെയിനിലാണ്. അതായത് XY കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ എങ്ങനെ കാണും? അതാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്? ഡെപിക്ട് ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? യെസ്. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഓക്കെ, ബിഫോർ ദാറ്റ് ലെറ്റ് മീ ഗെറ്റ് എ ന്യൂ പേജ്. ഓക്കെ, സോ പുതിയ പേജ് കിട്ടി. ഓക്കെ, നമ്മൾ ഇവിടെ എത്തിയിരുന്ന ഇതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ പാർട്ട് കറക്റ്റ്. ഓക്കെ, so let's discuss again. ഇത് കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? യെസ്. സോ നോക്കിക്കോ, ഇവിടെ ഓക്കെ ഇങ്ങനെ എടുക്കാണ്. സോറി കമ്നു. ഓക്കെ, സോ ഞാൻ 3 പോയിന്റ്സ് എടുക്കാണ്. 3 പാർട്ടിക്കിൾസ്. ഓരോന്നിന്റെയും കോർഡിനേറ്റ്സ് x1 y1, x2 y2, x3 y3 അല്ലേ? അങ്ങനെയാണ് ഗിവൺ. x1 y1, x2 y1, x3 y1, x3 y3. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഇതിന്റെ കോർഡിനേറ്റ്സ് x1 y1, ഇതിന്റെ കോർഡിനേറ്റ്സ് x2 y2, ഇതിന്റെ കോർഡിനേറ്റ്സ് x3 y3. ഇതാണ് 3 പാർട്ടിക്കിൾ. x1 y1 ഒന്നാമത്തതിന്റെ കോർഡിനേറ്റ് x1 y1, രണ്ടാമത്തതിന്റെ കോർഡിനേറ്റ് x2 y2, മൂന്നാമത്തെ x3 y3. ഇതിന്റെ സെന്റർ ഓഫ് മാസ് കാണണം. സോ സെന്റർ ഓഫ് മാസ് സപ്പോസ് ഇവിടെ എങ്ങാനല്ലേ അതുണ്ടാവുക, സെന്റർ ഓഫ് മാസ് ഉണ്ടാവുക. സോ എക്സ് സെന്റർ ഓഫ് മാസ്, അതിന് കോർഡിനേറ്റ്സ് കാണത്തില്ലേ x, y. അത് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നു. സിമ്പിൾ ആണ്. അതിന്റെ സെന്റർ ഓഫ് മാസിന്റെ x കോർഡിനേറ്റ് എങ്ങനെയായിരിക്കും? സെന്റർ ഓഫ് മാസിന്റെ x കോർഡിനേറ്റ് m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. അതിൽ y കോർഡിനേറ്റോ
m1 y1 plus m2 y2 plus m3 y3 divided by m1 plus m2 plus m3. So ഇവിടെ സെന്റർ ഓഫ് മാസ് എക്സ്, അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? സെന്റർ ഓഫ് മാസിന്റെ m1 x1 plus m1 x1 plus m2 x2 plus m2 x2 plus m3 x3 divided by m1 plus m2 plus m3. കറക്റ്റ് അല്ലേ? m1 x1 plus m2 x2 plus m3 x3 divided by m1 plus m2 plus m3. കറക്റ്റ്. അതേപോലെ y കോർഡിനേറ്റ്സോ, y കോർഡിനേറ്റ് സിമ്പിൾ ആണ്. y കോർഡിനേറ്റ്സ് വിൽ ബി എന്തായിരിക്കും? m1 y1 plus m2 y2 plus m3 y3 divided by m1 plus m2 plus m3. Okay, simple. So ഇതായിരിക്കും y coordinates m1 y1 plus m2 y2 plus m3 y3 divided by m1 plus m2 plus m3. Okay, see, കണ്ടില്ലേ? y coordinates എന്തായിരിക്കും? m1 y1 plus m2 y2 plus m3 y3 divided by m1 plus m2 plus m3. Suppose ഞാനൊരു കേസ് എടുക്കുകയാണ്. സപ്പോസ് ഈ മൂന്ന് മാസും ഈക്വൽ ആണെങ്കിൽ m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m3 ഈക്വൽ ടു മൂന്ന് മാസും ഈക്വൽ ആണെങ്കിൽ സെന്റർ ഓഫ് മാസ് എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? സിമ്പിൾ ആയില്ലേ? x1 പ്ലസ് x2 പ്ലസ് x3 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. അതേപോലെ y കോർഡിനേറ്റ് y1 പ്ലസ് y2 പ്ലസ് y3 ഡിവൈഡഡ് ബൈ 3. കറക്റ്റ് അല്ലേ? അങ്ങനെ ആയിരിക്കും. എൻസർട്ട് ഇവിടെ ഗിവൺ ആണ്, നോക്കിക്കോ. ഫോർ ദ പാർട്ടിക്കിൾ ഓഫ് ഈക്വൽ മാസസ് ദാറ്റ് ഈസ് m1 equal to m2 equal to m3, that will be x1 plus x2 plus x3 by 3. ഞാൻ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇനി y കോർഡിനേറ്റ് സിമിലർലി y കോർഡിനേറ്റ് എന്തായിരിക്കും? y കോർഡിനേറ്റ് വിൽ ബി y1 plus y2 plus y3 divided by 3. കാരണം മാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാൻ പറ്റും അല്ലെ? ഇവിടെ നോക്കിക്കോ, മാസ് കട്ട് ചെയ്താണ്ട്, മാസ് കട്ട് ചെയ്ത് നോക്ക്. നമുക്ക് ഇതിനെങ്ങനെ മാസ് പുറത്തെടുക്കാം? Simple, yes. Next, let's see. Thus, for 3 particles for equal masses. So, equal mass ആയ 3 പാർട്ടിക്കിൾ എടുത്താൽ center of mass coincides with the centroid of triangle formed by the particle. ആ പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്ന ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് ആയിരിക്കും എന്ത്? സെന്റർ ഓഫ് മാസ്. ഏത് കേസില്? ഫോർ 3 particles of equal mass. For 3 particles of equal mass, the center of mass coincides with the centroid of the triangle. Center of mass coincides with the centroid of the triangle. Center of mass coincides with the centroid of the triangle. Center of mass coincides with the centroid of the triangle. Correct? Okay. ഓക്കെ, നമുക്ക് എന്താ പറയാ? സോ അടുത്ത നമുക്ക് ജനറലൈസ് ചെയ്യാം അല്ലേ? ഫോർ എൻ പാർട്ടിക്കിൾ നോട്ട് നെസസറി ലൈങ് ഇൻ എ പ്ലെയിൻ ബട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സ്പേസ് ഓൾസോ. നമുക്ക് 3 കോർഡിനേറ്റ്സും കൊണ്ടുവരാം, എക്സ് വൈ സെഡ്. സോ സെഡ് ആക്സിസ് സിംപിളി z1 പ്ലസ് z2 അങ്ങനെ ആയിരിക്കും. എക്സ് കോർഡിനേറ്റിന്റെ എങ്ങനെ കിട്ടുന്നത്? സമ്മേഷൻ mix ബൈ m. y കോർഡിനേറ്റോ സമ്മേഷൻ miyi ബൈ m. z കോർഡിനേറ്റോ സിമ്പിൾ mizi ബൈ m. കറക്റ്റ്. ടോട്ടൽ മാസ് എന്താണ്? ആക്ച്വലി സമ്മേഷൻ ഓഫ് ഓൾ മാസസ് ഫോർ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം. സിമ്പിൾ, യെസ്. സോ ഫോർ n പാർട്ടിക്കിൾ ലൈങ് ഇൻ എ പ്ലെയിൻ അങ്ങനെ പറയാൻ പറ്റും. എക്സ് കോർഡിനേറ്റ് വിൽ ബി സമ്മേഷൻ mixi ഡിവൈഡഡ് ബൈ സമ്മേഷൻ mi. കറക്റ്റ്. i ഈക്വൽ ടു 1 to n. i ഈക്വൽ ടു 1 to n. കറക്റ്റ്. ഇതായിരിക്കും എക്സ് കോർഡിനേറ്റ്. y കോർഡിനേറ്റ് വിൽ ബി സിമിലർലി സമ്മേഷൻ i ഈക്വൽ ടു 1 to n miyi divided by summation i equal to 1 to n mi. Correct. mi. Similarly,
Z coordinate will be summation I equal to 1 to n mi zi divided by summation I equal to 1 to n mi. കറക്റ്റ്. അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. സമ്മേഷൻ എം ഐ എക്സ് ബൈ എം, സമ്മേഷൻ എം ഐ വൈ ഐ ബൈ എം, സമ്മേഷൻ എം ഐ സെഡ് ഐ ബൈ എം. ഓക്കെ. സോ പൊസിഷൻ വെക്ടർ വെച്ചിട്ടുള്ള കാര്യം നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം, ഇന്നിപ്പോ സമയമില്ല. ഓക്കെ. സെന്റർ ഓഫ് മാസ് ആദ്യം നമ്മൾ ടു പാർട്ടിക്കിൾ സിസ്റ്റം, ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? ടു പാർട്ടിക്കിൾ സിസ്റ്റം പഠിച്ചു. പിന്നെ അത് നമ്മൾ ജനറലൈസ് ചെയ്തു. ഇതായിരുന്നു ഇക്വേഷൻ ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ. അത് നമ്മൾ എന്ത് ചെയ്തു? പിന്നെ ജനറലൈസ് ചെയ്തു. പിന്നെ നമ്മൾ 3 പ്ലെയിൻസിലുള്ള പഠിച്ചു. അത് നമ്മൾ എന്ത് ചെയ്തു? ജനറലൈസ് ചെയ്തു. കറക്റ്റ്, ഇതാണത്. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഓക്കെ, ഫിനിഷ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു എവരിവൺ.